നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് അർജൻറ്റീൻ ഫുട്ബോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടൻ കോമഡി. അതായത് ക്ലബ്ബുകളെ മീറ്റിങ്ങിന് വിളിക്കുന്നു അവിടുത്തെ ഫുട്ബോൾ ഫെഡറേഷൻ. എന്നിട്ട് ഒരു ടീമിന് നിങ്ങളാണ് ഇത്തവണത്തെ ലീഗ് ചാമ്പ്യന്മാരെന്ന് പറഞ്ഞിട്ട് കപ്പ് അങ്ങ് എടുത്ത് കൊടുക്കുന്നു. അതുവരെ അങ്ങനെ ഒരു കപ്പില്ല. പുതിയൊരു കപ്പ് ഇൻവെൻറ്റ് ചെയ്ത് മീറ്റിംഗ് വിളിച്ച് കൊടുത്തിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ വെച്ച് കളിച്ച് ജയിച്ചിട്ട് കപ്പ് കൊടുക്കുകയല്ല. മാത്രമല്ല, നിങ്ങളാണ് ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവാർഡും കൊടുക്കുന്നു. അതിന് പറയുന്നത് ഇത് മറ്റ് ക്ലബ്ബുകൾ വോട്ട് ചെയ്തിട്ടാണ് ബെസ്റ്റ് ടീമിനെ തിരഞ്ഞെടുത്തത്. എന്നാൽ അങ്ങനെ ഒരു വോട്ടിങ്ങേ നടന്നിട്ടില്ലെന്ന് ഒരു ക്ലബ്ബ് വിളിച്ചു പറയുന്നു പുറത്തിറക്കിയിട്ട്. വല്ലാത്തൊരു കോമഡിയായിട്ട് മാറിയിട്ടുണ്ട്. വലിയ രൂപത്തിൽ ഇത് പരിഹാസ്യമായി മാറി എന്ന് തന്നെ പറയണം. കാരണം അർജൻറ്റീനിലെ മാധ്യമങ്ങളൊക്കെ ഇത് അങ്ങനെയാണ് കാണുന്നത്. സർപ്രൈസിങ് എന്നാണ് ഈ വിഷയത്തെ എടുത്തുകൊണ്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു. മറ്റു മാധ്യമങ്ങളൊക്കെ അതേ നില തന്നെയാണ് പിടിക്കുന്നത്. കാരണം ഇങ്ങനൊരു കപ്പ് ഇതിനു മുമ്പില്ല, അങ്ങനൊരു കപ്പുള്ളതായിട്ട് പ്രഖ്യാപനവുമില്ല. എന്നിട്ടാണ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കപ്പ് ഒരു ക്ലബ്ബിന് കൊടുക്കുകയാണ്. റൊസാരിയോ സെൻട്രലിലാണ് ഇത്തവണത്തെ ലീഗ് ചാമ്പ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കപ്പ് കൊടുക്കുകയാണ്. ഓവറോൾ ആനുവൽ ടേബിളാണ് പരിഗണിച്ചത്. അതിൽ അക്യുമുലേറ്റഡ് പോയിന്റ് നോക്കുമ്പോൾ അവരാണ് മുന്നിലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. മറ്റ് ക്ലബ്ബുകൾക്ക് സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ട്. അർജൻറ്റീനയിലെ ഫുട്ബോൾ സ്ട്രക്ചർ വളരെ പരിതാപകരമാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കാലം കുറേയായിരുന്നു. അതിനൊരു തുടർച്ചയാണ്, ആ സംഭവവികാസങ്ങളുടെ തുടർച്ചയാണ്. പക്ഷേ ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ പോസ്റ്ററുകൾ പോലും ഇപ്പോൾ ആരാധകർ വാൻഡലൈസ് ചെയ്യുകയാണ്. അത് AFAയോടുള്ള പ്രതിഷേധമാണ്, ചിക്കി ടാപ്പിയോടുള്ള പ്രതിഷേധമാണ്. ഏതായാലും അർജൻറ്റീനയിൽ വരുന്ന റിപ്പോർട്ടുകൾ നോക്കാം. AFA ഒരു ബ്രാൻഡ് ന്യൂ ട്രോഫി ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നു, ഔട്ട് ഓഫ് നോവെയർ. എന്നിട്ടത് റൊസാരിയോ സെൻട്രലിന് കൊടുത്തിരിക്കുന്നു. ബെസ്റ്റ് ടീം ഓഫ് 2025 എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ട്രോഫി കൊടുക്കുന്നത്. റൊസാരിയോ സെൻട്രൽ പ്ലെയേഴ്സിന് അവാർഡ് ലഭിക്കുന്നു. ഇവിടെ വെച്ചിട്ട്, കളിക്കളത്ത് വെച്ചിട്ടല്ല, AFA ഓഫീസിൽ വെച്ചിട്ട്. AFA ക്ലെയിം ചെയ്യുന്ന ഈ ഐഡിയ വന്നത് ക്ലബ്ബുകളുടെ വോട്ടിങ്ങിലൂടെയാണ് എന്നാണ്. പക്ഷേ സ്റ്റുഡിയൻസ് ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്തു ദാറ്റ് നോ വോട്ട് എവർ ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ ദി ക്ലബ്സ്. ക്ലബ്ബുകൾക്കിടയിൽ അങ്ങനെ ഒരു വോട്ടിങ്ങും നടന്നിട്ടില്ല എന്ന് അവർ ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കുകയും ചെയ്തു. അർജൻറ്റീന നാഷണൽ ടീമിൻ്റെ മൊബൈൽസ് ഇപ്പോൾ വാൻഡലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീസെൻറ്റ് ഡേയ്സിൽ. കാരണം ചിക്കി ടാപ്പിയക്കെതിരെയും AFAക്കെതിരെയുമാണ് പ്രതിഷേധം. അവർ അർജൻറ്റീൻ ഫുട്ബോളിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കറപ്ഷൻ വലിയ രൂപത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നോക്കുക, റൊസാരിയോ സെൻട്രലിന് ഈ ഒരു ട്രോഫി കൊടുത്തു. അത് ഇതുവരെ അറിയാത്തൊരു ട്രോഫിയാണ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ മെസ്സിയുടെ ഒക്കെ ചിത്രത്തിന് മുകളിലൊക്കെ ഈ രൂപത്തിൽ അവർ മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട്, ചിക്കി മാഫിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. മെസ്സിയുടെ, അതുപോലെ തന്നെ അർജൻറ്റീന ടീമിലെ റോഡ്രിഗോ ഡിബോളിൻ്റെ ചിത്രത്തിന് മേലെ, അർജൻറ്റീന കപ്പുയർത്തി കിരീടമുയർത്തി നിൽക്കുന്ന ചിത്രങ്ങൾക്ക് മേലെയൊക്കെ ചിക്കി മാഫിയ, കഴപ്റ്റോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ അത് വാൻഡലൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2026 വ്യത്യസ്ത ട്രോഫികൾ അർജൻറ്റീനയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. ഒറ്റ ടൂർണമെൻറ്റ്, വ്യത്യസ്ത ട്രോഫികൾ. 2026 AFA കലണ്ടർ മുതൽ അവരിപ്പോൾ 2 ഘട്ടമായിട്ടാണ് ലീഗ് നടത്താറുള്ളത്. ഒന്ന് അപ്പേർച്ചൂഴ, മറ്റൊന്ന് ക്ലൗസൂഴ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള 2 ഘട്ടമായിട്ടാണല്ലോ നടത്താറുള്ളത്. അപ്പോൾ ഇതിന് സെയിം ഫോർമാറ്റിൽ ടൂർണമെൻറ്റ് നടക്കും. ദെൻ അവിടെ ഒരു ട്രോഫി കൊടുക്കും ഈ 2 ഫോർമാറ്റുകൾക്കും. ദെൻ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറഞ്ഞുകൊണ്ടൊരു ടൂർണമെൻറ്റ് നടത്തും. അത് ഈ 2, അതായത് അപ്പർച്യൂറയുടെയും അതുപോലെ തന്നെ ക്ലൗസൂഴയുടെയും വിജയികൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിക്കായിട്ട് നടക്കുക. ദെൻ ലീഗ് ചാമ്പ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്യുമുലേറ്റഡ് പോയിന്റ് നോക്കി ഒരു അവാർഡ് ഇപ്പോൾ പുതിയതായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ലീഗ് ചാമ്പ്യൻ. അപ്പോൾ ആ ലീഗ് ചാമ്പ്യനും ചാമ്പ്യൻസ് ട്രോഫിയിലെ വിന്നേഴ്സും തമ്മിൽ ഇൻ്റർനാഷണൽ സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ടൂർണമെൻറ്റ് നടക്കും. ദെൻ അർജൻറ്റീന സൂപ്പർ കപ്പ്, അതിൽ ചാമ്പ്യൻസ് ട്രോഫി വിന്നേഴ്സും അർജൻറ്റീന കപ്പിലെ വിന്നേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ രൂപത്തിലുള്ള ഒരു ഫോർമാറ്റിലേക്ക് അർജൻറ്റീന അസോസിയേഷൻ ഇപ്പോൾ അവിടുത്തെ ഫുട്ബോളിനെ കൊണ്ടുപോയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.